അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് കുട്ടികൾക്കൊക്കെ പാർട്ടിക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ മോഡലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് കട്ട് ചെയ്യണത് എടുത്തിട്ടുണ്ട്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കട്ടിങ്ങൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഡ്രസ് കോഡിൻ്റെ വർക്ക് ഉണ്ടായിരുന്നില്ല, അതിലുണ്ടായിരുന്നൊരു വർക്കാണ് കേട്ടോ. ഇതും കുട്ടികൾക്കായിട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ 2 ബേബീസിനാണ് ചെയ്തത്. 2 ഇയറും പിന്നെ അതുപോലെ തന്നെ 5 ഇയർ ബേബിക്കും വേണ്ടിയിട്ടാണ്. 2 പീസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ നെറ്റിൽ വർക്ക് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ടോപ്പിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മേലക്ക് പിന്നെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ലൈനിങ് എടുത്തിട്ടുള്ളത് സാറ്റിനും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോട്ടൻ്റെ ലൈനിങ്ങും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് കോട്ടൺ ലൈനിങ് എന്തായാലും കൊടുക്കണമല്ലോ ഉള്ളിൽ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ കട്ട് ചെയ്യണത്. അതിനുശേഷം മെയിൻ മെറ്റീരിയലും മറ്റ് സാറ്റിൻ്റെ ലൈനിങ്ങും രണ്ടും കൂടി പിന്നെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഇത് കട്ട് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നും കറക്റ്റായിട്ട് ഞാൻ പറയണില്ല. അപ്പോൾ ഇത് തിരക്കിൽ നമ്മൾ ആ ഒരു വർക്കിൻ്റെ ഇടയിൽ ഞാൻ സ്റ്റിച്ചിങ് ഒന്നും എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് കട്ട് ചെയ്യണതൊന്ന് ഒരു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ടും കാണിച്ചു തരാം അതിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ ഇതിന് എത്ര മെറ്റീരിയൽ എടുത്തു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ടോപ്പിന് ഞാൻ 2 പേർക്ക് കൂടിയിട്ട് 1 മീറ്റർ ടോപ്പിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നെറ്റിൽ വർക്ക് വരുന്നതാണല്ലോ നമ്മുടെ മെയിൻ മെറ്റീരിയൽ, അത് 1 മീറ്ററാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. സ്ലീവ്ലെസ്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 മീറ്റർ, അതും ലൈനിങ് 2ഉം അതേപോലെ തന്നെ ഓരോ മീറ്ററാണ് 2 പേർക്കും കൂടിയിട്ട് എടുത്തിട്ടുള്ളത്. ഒരാൾക്ക് 1/2 മീറ്റർ, മറ്റേ ആൾക്ക് 1/2 മീറ്റർ കേട്ടോ. ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആകെ 1 മീറ്റർ എടുത്തിട്ടുള്ളൂ. 3 മെറ്റീരിയലും ടോപ്പിന് വരുന്ന ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും സാറ്റിൻ ലൈനിങ്ങും ഇത് 3ഉം ഓരോ മീറ്റർ വെച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ സ്കേർട്ടിന് എടുത്തിട്ടുള്ളത് 4.5 മീറ്ററാണ് കേട്ടോ ഒരാൾക്ക് എടുത്തിട്ടുള്ളത്. നല്ല തിക്കായിട്ട് തന്നെ ഞാൻ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 4.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ ലൈനിങ് 2 പേർക്കും കൂടിയിട്ട് 1 മീറ്റർ 1.5 മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ് അത്യാവശ്യം വീതി വരുമല്ലോ. ഇവരുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് അധികം ലെങ്ത്ത് ഉണ്ടാവില്ലല്ലോ കുട്ടികളുടെ സ്കേർട്ടൊന്നും. അപ്പോൾ നമുക്ക് 1 മീറ്റർ 1.5 മീറ്റർ ഒക്കെ എടുത്താൽ നമുക്ക് അതിനെ 2 പാർട്ടാക്കിയിട്ട് ഓരോരുത്തർക്ക് ഓരോ സെക്ഷനാക്കിയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ലൈനിങ്ങും ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ അങ്ങനെയാണ്. ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റത്തെ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ സ്കേർട്ട് കണ്ടില്ലേ, അത്യാവശ്യം നല്ല ബോ ആയിട്ട് തന്നെ നിൽക്കുന്നത്. ഇത് ഈ ഒരു സ്കേർട്ടിൽ 9 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് 9 മീറ്റർ ഇട്ടിട്ടുണ്ട്. 4.5 മീറ്ററിനെ ഡബിളാക്കിയിട്ട് 9 മീറ്റർ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ സ്കേർട്ടിൽ ഞാൻ സ്റ്റിഫ് നെറ്റൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നല്ല ബോ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് പിന്നെ സ്റ്റിഫ് നെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മുടെ ടോപ്പ് നമ്മൾ ഹാങ്ങിങ് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തേക്കായിട്ട്. പിന്നെ അത് ബാക്കിൽ വീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബട്ടൺസാണ്, ഹുക്കാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് സിമ്പിളാണ്, വേഗം കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ബോയും വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. ആ ഒരു ബോ അവിടെ നമ്മുടെ പ്രസ് ബട്ടൺ വെച്ചിട്ട് ഒട്ടിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കത് ഊരിയെടുക്കാം കേട്ടോ, ബട്ടൺസ് ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ മറ്റേ ടോപ്പും ഈ ഒരു മോഡലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലൊരു ഹെയർ ബാൻഡും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 പേർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ബാൻഡ് ചെയ്തിട്ടുള്ളത്, ഹെയർ ബാൻഡ്. അതിന് മുകളിലൊരു ബോയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ പാക്കിങ്ങിലാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അടുത്തുള്ള കസ്റ്റമർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കവറിലാക്കേണ്ട ആവശ്യമുള്ള ഒരുപാട് പാക്കിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സിൻ്റെ മോഡലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്